എക്സാലോജിക് CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ വരുന്ന വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഇഡിയുടെ സമൻസ്. സ്വത്ത് വിവരങ്ങളും ആദായനികുതി റിട്ടേൺ രേഖകളും അടക്കം ഹാജരാക്കണമെന്നും ഇഡി നിർദ്ദേശിച്ചു. എന്നാൽ വീണയ്ക്കെതിരായ ഇഡി നടപടികളെ പ്രതിരോധിക്കാൻ CPIM തയ്യാറല്ല. അതേസമയം പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നുമാണ് CPIMന്റെ നിലപാട്. ഇതിനിടെ SFIO പിടിച്ചെടുത്ത രേഖകൾ ഇഡിക്ക് കൈമാറുന്നത് തടയാൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CMRL. സ്വത്ത് വിവരങ്ങളും ആദായ നികുതി റിട്ടേൺ രേഖകളുമടക്കം വെള്ളിയാഴ്ച രാവിലെ 10:30 ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്താനാണ് സമൻസ്. വീണ തൈക്കണ്ടിയിലും ശശിധരൻ കർത്തയുമടക്കം 8 പേർക്കാണ് സമൻസ് നൽകിയത്. ബാങ്ക് രേഖകളും വാഹനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും നൽകാനും ഇഡി ഡയറക്ടർ അയച്ച സമൻസിൽ നിർദ്ദേശമുണ്ട്. ഒരു സേവനവും നൽകാതെ KMRLൽ നിന്ന് വീണ പണം വാങ്ങിയെന്ന് വ്യക്തമായി കഴിഞ്ഞെന്ന് കേസിലെ പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ നൽകിയതെന്നാണ് ഇനി അറിയേണ്ടത്. CMRLന് യഥാർത്ഥ സേവനം നൽകിയത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അപ്പോൾ കോടിക്കണക്കിന് രൂപ കൊടുത്തത് ആ കമ്പനി എന്തിനു വേണ്ടി കൊടുത്തു, ആർക്ക് വേണ്ടി കൊടുത്തു? വീണ വിജയന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒരു സേവനവും നൽകാനില്ല. അവരുടെ കമ്പനിയുമായി ഒരു സേവനം കിട്ടിയിട്ടില്ലെന്ന് ഇവർ തന്നെ പറഞ്ഞു. പിന്നെ യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്, പിണറായി വിജയനിൽ നിന്നാണ്. ആ തോട്ടപ്പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ ആ പുറക്കാട് നിന്നും ഒക്കെ ലക്ഷക്കണക്കിന് ടൺ കരിമണൽ കടത്തിയത് എങ്ങനെയാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആരാണ്? അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ മകൾക്കാണ് ഈ കമ്പനി കോടാനുകോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനേക്കാളും തെളിയിച്ചെങ്ങനെയാണ് പറയുക? കേസുമായി ബന്ധപ്പെട്ട പരമാവധി രേഖകൾ ഇഡിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് മറ്റൊരു പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ്. വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നും ഷോൺ പറഞ്ഞു. പ്രതികളെ ചോദ്യം ചെയ്യാൻ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കേസിന് പോകാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊസീജിയറാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ 2023 ഞാൻ ഫയൽ ചെയ്ത പെറ്റീഷനിൽ തന്നെ വീണ വിജയൻ കുറ്റക്കാരിയാണെന്നും അവർക്ക് ജയിൽ ശിക്ഷയുള്ള വരെയുള്ള കാര്യങ്ങൾ ആ പെറ്റീഷനിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ മൊഴികളാണ് ആവശ്യം. പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. റെയ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കും, ചോദ്യം ചെയ്യും. അതൊക്കെ ഓരോ കേസിനെയും സംബന്ധിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അതേസമയം വീണയെ പ്രതിരോധിക്കാൻ CPIM തയ്യാറല്ല. വീണയ്ക്കായി പാർട്ടി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇഡി നീക്കങ്ങളെ അംഗീകരിക്കില്ല. അതിൽ CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളും. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നത് CPMനെ ലക്ഷ്യം വയ്ക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. സമൻസിനെ നേരിടേണ്ടത് വീണയെന്ന് KK ശൈലജയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനും മകൾക്കുമെതിരായ നടപടികൾ രണ്ടാണ്. സമൻസ് വരട്ടെ, അത് അവർ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോൾ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. മകൾ ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. ഇതിനിടെ SFIO പിടിച്ചെടുത്ത രേഖകൾ ഇഡിക്ക് കൈമാറുന്നതിന് തടയിടാൻ നിയമവ്യവഹാരത്തിനൊരുങ്ങുകയാണ് CMRL. അന്വേഷണത്തിൽ തൽസ്ഥിതി തുടരണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് കോടതിയെ അറിയിക്കാനാണ് നീക്കം. രേഖകൾ ഇഡിക്ക് കൈമാറാൻ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഈ ആഴ്ച തന്നെ സുപ്രീംകോടതിയെ സമീപിക്കാനും CMRL പദ്ധതിയിടുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.